വചനം യോഹന്നാൻ 2:17. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ ഇൻ്റർവെല്ലിൽ ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പീരീഡിലേക്ക് ക്ലാസ് ടീച്ചർ വരുന്നതിന് മുമ്പായിട്ട് ഭയങ്കര ബഹളമായിരിക്കും ഞങ്ങളുടെ ക്ലാസ്സിൽ. ആൺകുട്ടികളും കണക്കാണ്, പെൺകുട്ടികളും കണക്കാണ്. ഭയങ്കര സംസാരവും ബഹളമായിരിക്കും. അപ്പം 5 മിനിറ്റ് ടീച്ചർ വരാൻ വൈകുമ്പോഴായി പ്രശ്നം. അപ്പോൾ ഏതെങ്കിലും ടീച്ചർമാർ വന്ന് ക്ലാസ്സിൽ വന്ന് ചോദിക്കും, ഇതെന്നാ ചന്തയാണോ? അപ്പം ഞങ്ങൾ നിശബ്ദരാകും. പക്ഷേ ഈ ചന്ത എന്ന് ഉള്ള ആ പ്രയോഗത്തിൻ്റെ അർത്ഥം അന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇവിടെ പറയുകയാണ്, ദേവാലയത്തിൽ കർത്താവായ യേശുക്രിസ്തു വന്ന് നോക്കുമ്പോൾ അതൊരു ചന്തയായിരിക്കുകയാണ്, അതൊരു വാണിഭശാലയായിരിക്കുകയാണ്. അവിടെ വിൽപ്പനയുണ്ട്, അവിടെ കൊടുക്കൽ വാങ്ങലുകളുണ്ട്, ബഹളമുണ്ട്. പക്ഷേ ദൈവം, കർത്താവായ യേശുക്രിസ്തു അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ ചമ്മട്ടി എടുക്കുന്നു, അതിനെയെല്ലാം ഓടിക്കുന്നു, മേശകൾ മറിച്ചിടുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നുള്ള ആ വാക്കിൽ, പ്രിയരെ, നമുക്കും ഈ ആലയത്തെക്കുറിച്ചുള്ള എരിവ് വളരെ ആവശ്യമാണ്. നമ്മുടെ ആലയം അത് പ്രാർത്ഥനയുടെ ആലയമായിരിക്കണം. നമ്മുടെ ആലയം അത് ഭക്തിയുടെയും ചിട്ടയുടെയും ക്രമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം ആലയമായിരിക്കണം. അങ്ങനെയുള്ള ആലയത്തിൽ എനിക്കെന്താണ് പങ്ക്, അത് നമ്മൾ ആരായണം. നമുക്ക് ആ ഒരു തോന്നലുണ്ടാവണം. നമ്മളത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മളത് ചെയ്യണം ഭക്തിയോടെ, ചിട്ടയോടെ, നിഷ്ഠയോടെ. ഒരു ആലയത്തെക്കുറിച്ചുള്ള എരിവ്. പണ്ട് എനിക്കറിയാം, ഒരു പഴയ തമിഴ് സിനിമാ ഗാനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്, ഊരെല്ലാം ആലയമാകെ മാറണം. അപ്പോൾ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ഊറ് അല്ലെങ്കിൽ ഗ്രാമം അത് ആലയമായിട്ട് മാറണം എന്ന് പറയുമ്പോൾ ആലയം അത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് കവി പാടി വയ്ക്കുകയാണ്. പ്രിയരെ, നമുക്കും ആലയം പ്രധാനപ്പെട്ടതാണ്. നമുക്കും ആലയത്തെക്കുറിച്ചുള്ള എരിവ് പ്രധാനപ്പെട്ടതാണ്. ഭക്തി, സമാധാനം, സന്തോഷം, പ്രാർത്ഥന, ഇതെല്ലാമുള്ള ആലയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ ഞാൻ ഈ നിമിഷം ആഗ്രഹിക്കുക.